എൻ്റെ ആൻറ്റിയുടെ വീട്ടിലെ ഫ്ലവർ ഗാർഡനും വെജിറ്റബിൾ ഗാർഡനുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ സാൻഡി ജോർജ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗ്രേപ്പ് ട്രീ ആണ്. അതുകൊണ്ട് ഗ്രേപ്പ് ട്രീ തന്നെ ആദ്യം കാണിക്കാം. കിച്ചൻ്റെ സൈഡിലായിട്ട് മുറ്റത്താണ് ഈ ഗ്രേപ്പ് ട്രീ നട്ടിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഒരു സ്റ്റാൻഡ് കെട്ടിയിട്ട് അതിൻ്റെ മേളിലേക്കാണ് ഈ ഗ്രേപ്പ് ട്രീ പടർത്തിയിരിക്കുന്നത്. അതിൻ്റെയും കിളികളുടെയും ഒക്കെ ശല്യം കാരണം ഈ ഗ്രേപ്പ് ട്രീയുടെ മുകളിൽ വലയിട്ട് കെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഗ്രേപ്പ് കട്ട് ചെയ്ത് എടുക്കുന്ന സ്ഥലത്തെല്ലാം പുതിയ ഗ്രേപ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇവർ പറഞ്ഞത്. ടെറസിൻ്റെ മേലിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് കെട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മത്തൻ, കുമ്പളം, വെള്ളരി, കോവൽ എല്ലാം പടർത്തി കയറ്റി വിടാൻ പറ്റും. ഇത് മതിലിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ ആണ്. മതിലിലേക്ക് പൂച്ചെടികൾ പടർന്നു കയറി കിടപ്പുണ്ട്. ഇതൊരു സപ്പോട്ട മരമാണ്. മരത്തിൽ നിറയെ സപ്പോട്ട ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്കൊന്നും കിട്ടിയില്ല. അണ്ണാനാണ് എല്ലാം കൊണ്ടുപോകുന്നതാണ് ഇവർ പറയുന്നത്. മതിലിന് തൊട്ട് പുറത്തായി കാണുന്നത് മൂവാറ്റുപുഴ ആറിൻ്റെ ഒരു കൈവഴിയാണ്. ഇത് ബോട്ടിങ്ങും മറ്റും നടക്കുന്ന സ്ഥലമാണ്. കുളിക്കാനും തുണി കഴുകാനുമൊക്കെ ഇറങ്ങുന്നതിനുള്ള കൽപ്പടവുകളാണിത്. ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ക്രിസ്മസ് ട്രീ ആണുള്ളത്. ഇവിടെ ക്രോട്ടൺസ് ധാരാളമായി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അരേക്കാപ്പം നല്ല വലുതായിട്ട് നിൽപ്പുണ്ട്. ഇതൊരു ജാസ്മിൻ പ്ലാന്റ് ആണ്. ഇവിടെ ഒരേ തരത്തിലുള്ള ചട്ടികളിൽ പലതരം ചെടികൾ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഓർക്കിഡ്സിൻ്റെ ഒരു കളക്ഷനാണ്. ഇനി ബൊഗെയിൻവില്ലയുടെ കുറച്ച് കളക്ഷൻസാണ്. മുറ്റത്ത് തന്നെ ഒരു മാവ് കാണാം. സിറ്റ് ഔട്ടിന് താഴെ നടക്കല്ലിൽ ഒരു അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. സിറ്റ് ഔട്ടിലെ ഈ ചെടികളെല്ലാം നന്നായി വളർന്നു നിൽപ്പുണ്ട്. ഇവിടെ യെല്ലോ പാമ്പിൻ്റെ 2-3 ചെടികൾ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കളർഫുൾ ആയിട്ടുള്ള ക്രോട്ടൺസ് ഗാർഡന് നല്ല ഭംഗി കൂട്ടുന്നുണ്ട്. ഏകദേശം 10ഓളം ചട്ടികളിൽ പെപ്പർ പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് അരേക്ക പാമാണ്.
ഇത് റെഡ് കളറിലുള്ള ചെത്തിയാണ് കേട്ടോ. ഇത് തന്നെ ഗ്രാമ്പൂവിൻ്റെ പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു ഇരുമ്പൻ പുള്ളിയുടെ മരമാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ചെടിയുമുണ്ട്. ഇവിടെ നല്ല വലുതായിട്ടുള്ള ഒരു പെപ്പറിൻ്റെ പ്ലാന്റാണ്. ഇതൊരു വിയറ്റ്നാം മേർലി ജാക്ക് ഫ്രൂട്ട് ട്രീ ആണ്. അടുക്കള ഭാഗത്ത് ഒരു മാംഗോസ്റ്റിൻ്റെ ട്രീ ഉണ്ട്. ഇതൊരു ലക്കി ബാമ്പുവിൻ്റെ പ്ലാന്റ് ആണ്. ഇത് അധികം പൊക്കമില്ലാതെ കായ്ക്കുന്ന ഒരു കോക്കനട്ട് ട്രീ ആണ്. ഈ കാണുന്നത് ഒരു ഡ്രം സ്റ്റിക്ക് ട്രീ ആണ്. ഇതൊരു റെഡ് ലേഡി പപ്പായയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇത് നിറയെ ചെറുനാരങ്ങയുള്ള ഒരു നാരകമാണ്. ഇതൊരു കടപ്ലാവാണ്. ഇത് ഇതൊരു പേരമരമാണ്. പേരക്ക ഇഷ്ടം പോലെ ഉണ്ടായി കേട്ടോ. ആണോ? വലിയ പേരക്ക. അതും ഞങ്ങളുടെ ഈ ഗാർഡൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഗാർഡൻ ടൂർ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്